എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. ഈ ഒരു സേമിയ പായസം കുറച്ച് വെറൈറ്റിയാണ്. അതുപോലെ നമ്മൾ ഇതിന് മുൻപ് 2 ടൈപ്പിലുള്ള വെറൈറ്റി സേമിയ പായസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു അടിപൊളി പായസമാണ് ഇതും. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു സേമിയ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൈനാപ്പിൾ വേണം. പൈനാപ്പിൾ ഞാനിവിടെ 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു പൈനാപ്പിളിൻ്റെ പകുതി ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ചവ്വരി കൂടിയിട്ടിട്ട് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചവ്വരി ഇടുമ്പോൾ ഈ ഒരു പായസത്തിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ചവ്വരിയും പൈനാപ്പിളിലേക്കും 1 കപ്പ് വെള്ളം, 1 കപ്പ് മുതൽ 1.5 കപ്പ് വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഈ ഒരു ചവ്വരി വേവുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാകും. ഇനി ഒരു 3-4 വിസിൽ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. നല്ല ഡാർക്കായിട്ടുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് എടുക്കാം. അപ്പോൾ നമ്മൾ 1/2 കപ്പ് പൈനാപ്പിളിന് 1 കപ്പ് ശർക്കര വേണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പുളി വരും. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ മൈക്രോവേവ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോസ് പാനിൽ വെച്ചിട്ടും ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു പൈനാപ്പിളും ചവ്വരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചവ്വരി ഫുള്ളായിട്ട് കുക്കായിട്ടില്ല. പക്ഷേ നമ്മൾ ചവ്വരി ഒന്ന് കുതിർത്തിട്ട് കുക്കാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഈ ഒരു ചവ്വരി ഇനി ഒരു പായസത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ആ ഒരു പൈനാപ്പിൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൈനാപ്പിൾ ഇപ്പോൾ നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ ഇതിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരയും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ആ ഒരു പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഇടപെടാതെ തന്നെ ഇത് ഇളക്കി കൊടുക്കുക. അപ്പം ഇത് വെച്ചിട്ടെങ്കിലും പോകരുത്. നന്നായിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കാം. ഈ ഒരു പൈനാപ്പിൾ കഷ്ണങ്ങൾ നിങ്ങൾക്ക് ചെറിയതായിട്ട് വേണം, ഒരു പൊടിയായിട്ടും വേണമെങ്കിൽ അരിയാം. ഞാൻ ഇവിടെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഒരു പൈനാപ്പിൾ ശർക്കര കൂട്ടിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന വെർമിസിലി, അതായത് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. പൈനാപ്പിൾ മാത്രമാണെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഇടയ്ക്കൊരു സേമിയയും കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഈ സേമിയ പെട്ടെന്ന് തന്നെ വേവുന്നൊരു സേമിയാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2.5 കപ്പ് 2ാം പാല്, അതായത് തേങ്ങയുടെ 2ാം പാല്. ഇതിൽ മൊത്തത്തിൽ 1 തേങ്ങയുടെ പാലാണ് വേണ്ടത്. അപ്പോൾ തേങ്ങയുടെ 2ാം പാല് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2ാം പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിത് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു സോസ് പാനിലേക്ക് ഈ ഒരു പായസം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു 2ാം പാല് ഈ ഒരു പായസത്തിൽ കിടന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ചുക്ക് പൊടിച്ചത് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന്. ഈ പായസത്തിലേക്ക് നമ്മൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നുള്ള് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളൊരു സമയത്ത് മധുരം നോക്കുക. നിങ്ങൾക്ക് മധുരം എന്തെങ്കിലും പോരാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അവസാനം നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ, തേങ്ങയുടെ 1ാം പാലെന്ന് പറയും, അത് ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരുപാട് ഇട്ടത് തിളപ്പിക്കരുത്, പിരിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ ആ ഒരു പൈനാപ്പിളിൻ്റെ ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ സേമിയാണ്, പിന്നെ ആ ഒരു ശർക്കര പായസത്തിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്. തേങ്ങാപ്പാലും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. സാധാരണ സേമിയ പായസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇനി
ഇങ്ങനെ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇതിന് മുൻപുള്ള 2 ടൈപ്പിലുള്ള സേമിയ പായസവും കാണുക. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്